ഇങ്ങനത്തെ പ്രണയം പറയുന്നില്ല. ട്രാൻസ്പെറന്റ് ആണ്. പ്രൊഫസർ നമ്മളോട് പറഞ്ഞു നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ഭയങ്കര ഫാസ്റ്റ് ആണ്. ആക്ച്വലി ഒരു ഫാസ്റ്റ് അല്ല, അവര് ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. ഓക്കെ, ഈ ട്രാൻസ്പെറൻസി വരുമ്പോ ഇപ്പോൾ അവർക്ക് ഒരു വേണോ രേഷ്മ? എനിക്ക് അതാ സംശയം. അല്ല, കാരണം പണ്ട് സോഷ്യൽ കൺഫോമിറ്റി കാരണം കുടുംബ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല. കുട്ടികൾ വളരെയധികം ഡിസിഷൻ മേക്കിംഗ് പവറിലേക്ക് എത്തുന്ന ഒരു കാലമാണ്. നമുക്ക് രണ്ടിനെ അക്സെപ്റ്റ് ചെയ്യാം. പ്രണയം രണ്ടും, ഇപ്പൊ പഴയകാല പ്രണയമാണേലും പുതിയ കാല പ്രണയമാണേലും പ്രണയമാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ജെൻസീനെ ക്രിട്ടിസൈസ് ചെയ്യല്ല വേണ്ടേ. അതായത് ട്രാൻസ്പെറന്റ് ആണ് കുട്ടികൾ. ഇപ്പൊ ഒരു പ്രണയത്തിൽ അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് അവർക്ക് അവരുടേതായ ഒപ്പീനിയൻ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് പണ്ട് അതില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ മാത്രല്ല അങ്ങനെ തിരിച്ചു താല്പര്യം എന്ന് പറഞ്ഞാൽ പതുങ്ങി വന്ന് കുത്തിക്കൊല്ലാനും പഠിക്കല്ലേ. പണ്ട് കാലത്ത് ഇതേപോലെ കുത്തിക്കൊല്ലൊക്കെ നടന്നിട്ടുണ്ടാവും. നമുക്ക് സോഷ്യൽ മീഡിയ അത്രയും ആക്സസിബിൾ ആയതുകൊണ്ട് അറിയാം. ടെക്നോളജി വളർന്നു. അതെ, നമ്മളിപ്പോ ന്യൂസ് പേപ്പറിലെ പണ്ടത്തെ കട്ടിങ്സ് എടുത്ത് നോക്കി അത് അപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം. വേറൊരു കാര്യമാണ്, തങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് പരിപാടി ഇല്ലേ? അതെ, അതിന്റെ പരിപാടി ഞാൻ വരാം മാം. ലൈഫ് കോച്ച് പറയുന്ന പോലെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ്ങിലാണ്. റിലേഷൻഷിപ്പ് ഹാപ്പിനെസ്സിന്റെ ഞാൻ അൺഹാപ്പിയാണ്, എന്നെ എങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റും? അത് അങ്ങനെ ചോദിക്കുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് കുറെ പ്രൊഡക്ടിവിറ്റി ഹാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടി ചോദിച്ചാൽ മനസ്സിലായി. നമുക്ക് ലൈഫ് കോച്ചിന്റെ അടുത്ത് പോയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു കണ്ടെയ്ൻമെന്റ് ഇല്ല ലൈഫിൽ. തെറപ്പി അല്ല, പക്ഷെ നമ്മൾ കോച്ച് ചെയ്ത് മെന്റർ ചെയ്ത് നമ്മൾ അവരെ ബെറ്റർ ആക്കും. നമുക്കൊരു ഒരു കണ്ടെയ്ൻമെന്റ് ലൈഫിലുണ്ടാവും. ആൻഡ് ഒരു കാര്യം ആഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നു, റെസ്പെക്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ കോൺട്രഡിക്ടറി ആയിട്ട് ഞാനും റെസ്പെക്ട് വേണമെന്ന് വളരെയധികം ഊന്നി നിൽക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഒരു കോട്ട്, ലിയോ ടോൾസ്റ്റോയിന്റെ കോട്ടാണ്, ഞാൻ വായിക്കാം. റെസ്പെക്ട് വാസ് ഇൻവെന്റഡ് ടു കവർ ദ എംപ്റ്റി പ്ലേസ് വെർ ലവ് ഷുഡ് ബി. പ്രണയം എവിടെയായിരുന്നോ ഇരിക്കേണ്ടിയിരുന്നത് അതവിടെ ഇല്ലാത്തപ്പോ അതിന് റെസ്പെക്ടിന്റെ മേമ്പടി കൊടുത്തിട്ട് അവിടെ നിലനിർത്തും. റെസ്പെക്റ്റും ലവും റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നാ ഞാൻ പറഞ്ഞത്. റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ്. രണ്ടും കൂടെ കോഎക്സിസ്റ്റിംഗ് അല്ല. നമുക്കിപ്പോ ഒരു സ്കൂളിൽ ചെല്ലുമ്പോ ഒരു ടീച്ചറിന്റെ അടുത്ത് ആദ്യം പേടി ഉണ്ടാവും, അത് കഴിഞ്ഞ് അത് റെസ്പെക്ട് ആവും. അവര് നമ്മൾ നന്നായിട്ട് വഴക്ക് പറയും. ഇന്ന് നമ്മൾ ഓർക്കുമ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വഴക്ക് പറഞ്ഞ ടീച്ചറെ ആയിരിക്കും. അത് ട്രോമയായിട്ട് മാറിയതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളോട് ചോദിച്ചാൽ. സാറിനോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്. എന്ന് കരുതി എനിക്ക് സാറിനെ പ്രേമിക്കാൻ പറ്റില്ല. വിവരം അറിയാം. പ്രേമിച്ചാണോ കെട്ടിയത്? പ്രേമിക്കുന്ന ആളുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.